യുഎസിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംഭാവന എന്താണ്? ലോകം യുഎസിനെ കൂടുതൽ വെറുത്തതിൽ ട്രംപിന് വലിയ പങ്കുണ്ടെന്ന് നിസ്സംശയം പറയാം. അനാവശ്യ വിവാദങ്ങളിലേക്ക് രാജ്യത്തെ നിരന്തരം വലിച്ചിഴക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുഎസിന് ഇപ്പോൾ വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു. നെതന്യാഹുവിന്റെ യുദ്ധവെറിക്ക് കുടപിടിക്കുന്നത് ട്രംപാണ്. ഇപ്പോൾ ട്രംപിന് പോലും നെതന്യാഹു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ കൈകടത്തുന്നത് യുഎസിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. യുക്രൈൻ പോലും യുഎസിന്റെ സഹായത്തിനായി കൈ നീട്ടി നിൽക്കുകയാണ്. ഈ സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് യുഎസിൽ ഉയരുന്നത്. ട്രംപ് തന്നെ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തി രംഗത്തു വന്നു. യുഎസിന്റെ സഖ്യരാജ്യങ്ങളും പങ്കാളി രാജ്യങ്ങളും സ്വന്തം സുരക്ഷയ്ക്കായി യുഎസിനെ മാത്രം ആശ്രയിക്കുകയാണെന്ന് രണ്ടാം തവണ പ്രസിഡന്റ് ആയ ശേഷം ഡൊണാൾഡ് ട്രംപ് പലതവണ വിമർശിച്ചു. ഓരോ രാജ്യവും സ്വന്തം പ്രതിരോധത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പല രാജ്യങ്ങളും ആ ദിശയിലേക്ക് നീങ്ങുകയാണ്. അതായത് രാജ്യങ്ങൾ യുഎസിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ്. ജർമ്മനിയിലെ ചില തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ പോലും യുഎസിന്റെ സൈനിക സാന്നിധ്യത്തെ എതിർക്കുന്നുണ്ട്. കൂടാതെ പല രാജ്യങ്ങളും സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ സൈനിക വിന്യാസത്തെയും ആയുധ സംവിധാനങ്ങളെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യ ഇൻഡോ പസഫിക് മേഖലയിൽ ജപ്പാൻ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ സഹകരണം ശക്തമാക്കുന്നു. ജപ്പാൻ ദക്ഷിണ ചൈന കടൽ മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ നേതൃത്വപരമായ റോൾ സ്വീകരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം സൈനിക ശക്തിയും മിസൈൽ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. കാനഡ തങ്ങളുടെ അന്തർവാഹിനികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സ്വതന്ത്ര പ്രതിരോധ ശേഷി ശക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ യുഎസിനെ ആശ്രയിക്കുന്നത് കുറച്ച് സ്വയം പര്യാപ്തമാകാനുള്ള ശ്രമത്തിലാണ് കൂടുതൽ രാജ്യങ്ങൾ. യുഎസ് പ്രസിഡന്റിന്റെ ചില നിലപാടുകളാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത് വലിയ വിവാദമായി. കാനഡയെ അമേരിക്കയോട് ചേർക്കുമെന്ന പ്രസ്താവനയും ലോകത്തിന്റെ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. യൂറോപ്പിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടൽ, ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ നേരിടാനുള്ള ശ്രമവുമെല്ലാം യുഎസിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇവയെല്ലാം ലോകരാജ്യങ്ങളെ യുഎസിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയല്ല, മറിച്ച് സ്വന്തം പ്രതിരോധവും സ്വതന്ത്ര വിദേശ നയവും ശക്തമാക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ലോകം യുഎസിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു എന്നർത്ഥം.